ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മലയാള വിഭാഗം കോവിലൻ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ കോവിലൻ കലാലയ കഥാ പുരസ്കാരത്തിന്റെ സമർപ്പണം നടന്നു. യുവകഥാകാരനും കേരള സർവകലാശാല മലയാള വിഭാഗം 1ാം വർഷ MA വിദ്യാർത്ഥിയുമായ ജെ ആദർശിനാണ് പുരസ്കാരം സമ്മാനിച്ചത്. ശ്രീകൃഷ്ണ കോളേജ് മലയാള വിഭാഗത്തിലെ കോവിലൻ സെമിനാർ ഹാളിൽ സംഘടിപ്പിച്ച കോവിലൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും കാലിക്കറ്റ് സർവകലാശാല മലയാള പഠന വിഭാഗം പ്രൊഫസറും നിരൂപകനുമായ പ്രൊഫസർ ഡോക്ടർ RVM ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ വളരെ വിചിത്രമായ എഴുത്ത് ശൈലിയുടെ ഉടമ കൂടിയാണ് കോവിലൻ. കോവിലൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒറ്റ രീതിയിൽ എഴുതില്ല, ഒരു എഴുത്ത് രീതിയുടെയും തടവിൽ ആകാൻ എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. ഒരു മട്ടിൽ ഒരു 4 കഥയിൽ കൂടുതലൊന്നും കോവിലൻ എഴുതിയിട്ടില്ലെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഒരു ശൈലി അദ്ദേഹത്തിൻ്റെ 4 മറ്റൊരു 4 വേറെ ശൈലിയായിരിക്കും. അത്ര വ്യത്യസ്തമായ ശൈലികൾ എഴുത്തിൽ പ്രയോഗിച്ചിട്ടുള്ള ആളാണ്. IQAC കോർഡിനേറ്റർ ഡോക്ടർ TD ശ്രീജ അധ്യക്ഷയായി. മലയാള വിഭാഗം അധ്യാപിക MB വിദ്യ പുതുകഥയുടെ ബഹുസ്വര പാഠങ്ങൾ എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ചു. കോവിലൻ ട്രസ്റ്റ് കൺവീനർ AD ആൻഡു മാസ്റ്റർ, സംസ്കൃത വിഭാഗം അധ്യക്ഷ ഡോക്ടർ വിശ്വജ S നായർ, കോളേജ് യൂണിയൻ ചെയർമാൻ TS മിസ്ബാഗ്, ഡോക്ടർ അഭിലാഷ്, മലയാള വിഭാഗം അസോസിയേഷൻ സെക്രട്ടറി അനഘ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ പ്രശസ്ത കഥാകൃത്ത് മോബിൻ മോഹൻ, പ്രശസ്ത ചെറുകഥാകൃത്തായ ശ്രീകണ്ഠൻ കരിക്കകം, കമ്മിറ്റി അംഗങ്ങളായ മലയാള വിഭാഗം അധ്യക്ഷ ഡോക്ടർ റീന AM, ഡോക്ടർ MS ശ്രീകല, പ്രശസ്ത കവി ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ എന്നിവർ ഉൾപ്പെട്ട സമിതിയാണ് പുരസ്കാരം നിർണയിച്ചത്. കേരളത്തിലെ വിവിധ സർവകലാശാലയിലെയും വിവിധ കലാലയങ്ങളിലെയും പ്രതിഭകൾ അയച്ച നിരവധി രചനകളിൽ നിന്നാണ് ഏറ്റവും മികച്ച കഥാകാരനെ കണ്ടെത്തിയത്. 3333 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്ന കോവിലൻ കലാലയ കഥാ പുരസ്കാരം യുവകഥാകാരനായ ജെ ആദർശിന് പ്രൊഫസർ RVM ദിവാകരൻ സമ്മാനിച്ചു. ആദർശ് രചിച്ച കിനാക്കടൽ എന്ന കഥയിൽ പുതിയ കാലത്തിന്റെ ഭാഷയും പ്രമേയവും ആഖ്യാന പരീക്ഷണവുമുണ്ടെന്ന് ജൂറി വിലയിരുത്തി. പുരസ്കാര ജേതാവായ ആദർശ് മറുപടി പ്രസംഗം നടത്തി. കോവിലൻ ട്രസ്റ്റ് അംഗങ്ങളും ശ്രീകൃഷ്ണ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു.